അസഹനീയമായ മുട്ടുവേദന കാരണം എന്ത് ചെയ്യണമെന്നറിയാതെ അങ്കലാപ്പിൽ നിൽക്കുന്ന ഒരാളാണോ നിങ്ങൾ? എല്ലാ ഡോക്ടേഴ്സിനെയും കണ്ടു, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു നോക്കി, ഇനി എനിക്ക് ചെയ്യാനൊന്നും ബാക്കിയില്ല, മടുത്തിട്ടുണ്ട് എന്ന അവസ്ഥയിലാണോ? വീട്ടില് മുകൾ വശം ഞാൻ വീടിന്റെ മേലെ കയറിയിട്ട് അല്ലെങ്കിൽ ആ സ്റ്റെപ്പ് കയറി എൻ്റെ വീടിന്റെ മുകൾ കണ്ടിട്ട് കാലം കുറേ ആയിട്ടുണ്ട്. എൻ്റെ മക്കള് മേലെ എന്താ ചെയ്യുന്നത് പോലും എനിക്ക് അറിയില്ല ഡോക്ടറെ. അവര് പഠിക്കുകയാണോ, കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടാണോ ചെയ്യുന്നത്, വേറെ എന്തെങ്കിലും സൈഡ് ബിസിനസ് അതിൻ്റെ കൂടെ നടക്കുന്നുണ്ടോ, ഇതൊന്നും ഞാൻ അറിയാറില്ല എന്ന അവസ്ഥയിലാണോ? ഡോക്ടറെ, നിസ്കരിച്ചിട്ട് എനിക്ക് ഇരുന്നല്ലാതെ എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല, സുജൂദിലേക്ക് പോകാൻ പറ്റുന്നില്ല, കാല് നിലത്ത് കുത്താൻ പറ്റുന്നില്ല, ഏതൊരു സ്ഥലത്തേക്ക് നടക്കുമ്പോഴും ചെയർ വെച്ച് നടക്കേണ്ട ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു വടി കുത്തിപ്പിടിച്ച് നടക്കേണ്ട അവസ്ഥയാണ്. ഇത്രയും ബുദ്ധിമുട്ടിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നും, ഈ ഡോക്ടറും ഇനി ഇതൊക്കെ പറഞ്ഞ് അവസാനം മരുന്ന് കുടിക്കണമെന്ന് എനിക്കും പറയുന്നുണ്ടാവാം. അല്ല, ഒരിക്കലും അല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മുട്ടുവേദനയെ നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്ന 10 കാര്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. അപ്പം എല്ലാവരും മുട്ടുവേദന എന്ന് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് തേയ്മാനാണ് ഡോക്ടറെ, മുട്ടിന് തേയ്മാനാണ്, അതുകൊണ്ടാണ് വേദന എന്നുള്ളത്. അപ്പൊ ശരിക്കും നമ്മളുടെ മുട്ട് തെയ്യുന്നുണ്ടോ? എന്താണ് അവിടെ തേയ്മാനം എന്ന് പറയുന്നത്? എന്തിനാണ്? എല്ലാണോ തേഞ്ഞു പോകുന്നത്? അപ്പൊ നമ്മളൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പം ഒരു ചെരുപ്പ് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യണം, ഒരു 6 മാസം ഒരു വർഷം വരെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അത് റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു ഭാഗവുമായിട്ട് അല്ലെങ്കിൽ ഒരു നിലവുമായിട്ട് ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ് ആ ഒരു ഭാഗം തേഞ്ഞു പോകും. അപ്പൊ നമ്മളുടെ ബോഡിയിൽ നമ്മളുടെ മുട്ട്, നീ ജോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയുടെ, നമ്മളുടെ ശരീരത്തിന്റെ എല്ലാ വെയിറ്റും താങ്ങുന്ന ഒരു ജോയിന്റ് ആണ്. അപ്പൊ ഈ ജോയിന്റിൽ, അതായത് ഈ ജോയിന്റ് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ചിരട്ടയുണ്ട്, നമ്മളുടെ തൊടയുടെ അടിഭാഗവും തൊടയെല്ലിന്റെ അടിഭാഗവും കാലെല്ലിന്റെ മേൽഭാഗവും കൂടിയതാണ് നമ്മളുടെ നീ ജോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ മുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മളുടെ ശരീരത്തിന്റെ ഫുൾ ഭാരവും വന്നിട്ട് ഇതിന്റെ ഇടയിൽ, അതായത് ഈ എല്ലുകൾ തമ്മിൽ കൂട്ടി വരഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല, അത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ദൈവം തന്നെ അവിടെ സൃഷ്ടിച്ചു വെച്ച കാർട്ടിലേജസ് ഉണ്ട്, അതായത് കുഷൻ എഫക്റ്റ് തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ കാലുകൾ നീക്കാൻ വേണ്ടിയിട്ടുള്ള കാർട്ടിലേജസ് ഉണ്ട്. അപ്പൊ ഈ കാർട്ടിലേജ് തമ്മിൽ ഒരഞ്ഞൊരഞ്ഞ് അല്ലെങ്കിൽ വെയിറ്റ് കൂടി ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞാണ് ഇത് ആക്ച്വലി ഇവിടെ തേയ്മാനം വരുന്നത്. അപ്പൊ ഇതിൽ ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മൾ എന്താണ് ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്, നല്ല ഫുഡ് അടിക്കുക, നല്ല എൻജോയ് ചെയ്യുക, പുതിയ പുതിയ ഫുഡുകൾ ട്രൈ ചെയ്യുക. നമ്മൾ വെയിറ്റ് ഒരിക്കലും നമ്മളൊരു പ്രശ്നമേ ആക്കാറില്ല. നല്ല രീതിയിൽ വെയിറ്റ് കൂടുക, ഒരു രീതിയിലും കൺട്രോൾ ഇല്ലാതെയാണ് മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് കൂടും. ഈ വെയിറ്റ് മൊത്തം ഈ മുട്ടാണ് പവർ അനുഭവിക്കുന്നത്. അപ്പൊ ഈ മുട്ടിലേക്കുള്ള വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ഇവിടെയുള്ള ഈ കാർട്ടിലേജ് തമ്മിലുള്ള ഫ്രിക്ഷൻ കൂടും, ഒരയുന്ന രീതി കൂടും. അത് കൂടി കൂടി നിങ്ങൾക്ക് 40 വയസ്സിൽ തന്നെ, അല്ലെങ്കിൽ തീരെ ചെറിയ പ്രായത്തിൽ തന്നെ എല്ലിന് തേയ്മാനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ മുട്ടിന് തേയ്മാനം എന്നുള്ള രീതിയിലേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ആ ഒരു പ്രായത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയർ വെച്ച് നടക്കുക, അല്ലെങ്കിൽ അധിക ദൂരം നടക്കാൻ പറ്റാത്ത സാഹചര്യമാവുക എന്നുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ഇതിൽ ആദ്യം പറയാനുള്ളത് തന്നെ നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ് നിങ്ങൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. നല്ല പച്ചക്കറികൾ, നല്ല ഇലക്കറികൾ, നല്ല ഫ്രൂട്ട്സ് കഴിക്കുക, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് റിച്ച് ആയിട്ടുള്ള മീൻ ഗുളിക പോലെയുള്ള, അതേപോലെ മീനുകൾ കഴിക്കുക, പ്രത്യേകിച്ച് അയില, മത്തി പോലെയുള്ള മീനുകൾ നന്നായിട്ട് കഴിക്കുക. നിങ്ങൾ മാക്സിമം ഷുഗർ കണ്ടൻസ് ഒഴിവാക്കുക, കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക എന്നുള്ളതല്ല, സ്ഥിരമായിട്ട് കഴിക്കുന്ന രീതി ഒഴിവാക്കുക. ഒരുപാട് ബേക്കറി ഐറ്റംസ് ആയിട്ടുള്ള മധുരമുള്ള ബേക്കറി ഐറ്റംസ് ഒഴിവാക്കാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങളുടെ ബോഡീനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു രീതി എന്ന് പറയുന്നത്, അരി അല്ലെങ്കിൽ അന്നജം പോലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കണം, പക്ഷെ അത് നിങ്ങളുടെ പ്ലേറ്റിന്റെ ഒരു 1/4 ഭാഗമാക്കിയിട്ട് കുറയ്ക്കുക. പ്രത്യേകിച്ച് വല്ലാണ്ട് തടി കൂടുതലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഭാഗത്ത് മൊത്തം നിങ്ങൾ ബാക്കിയുള്ള ഒരു അരഭാഗത്തോളം, നിങ്ങൾ ആ ഒരു പ്ലേറ്റിന്റെ അരഭാഗത്തോളം നല്ല രീതിയിൽ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക. ഒരു 1/4 ഭാഗത്തോളം നിങ്ങൾ നല്ല രീതിയിലുള്ള ലീൻ പ്രോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക. അപ്പൊ ഈ രീതിയിലാവുമ്പോൾ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ വെയിറ്റിന് നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇപ്പൊ എല്ല് തേയ്മാനുണ്ട്, മുട്ട് തേയ്മാനുള്ള ആളുകൾക്ക് വല്ലാണ്ട് എക്സസൈസ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പൊ ഈ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ഡയറ്റിനെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങളുടെ വെയിറ്റിനെ കുറയ്ക്കാൻ അത് സഹായിക്കും.
അടുത്തതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. ഒരു മുട്ടുവേദന വരാൻ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ ഓൾറെഡി ഒരാൾക്ക് മുട്ടുവേദന ഉണ്ട്, നമ്മളുടെ പേരൻസിനുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ബ്രദേഴ്സിനുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു പരിധി വരെ ആ ഒരു മുട്ടുവേദന വരാനുള്ള ചാൻസ് കൂടുതലാണ്, അതിനുള്ള ജീൻസ് ചാൻസ് കൂടുതലാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ തന്നെ എക്സസൈസ്, വ്യായാമത്തിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദിവസവും നിങ്ങളൊരു 3/4 മണിക്കൂർ വ്യായാമം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ മിനിമം ഒരു 4 to 5 ടൈംസ് എങ്കിലും, അല്ലെങ്കിൽ 4 to 5 തവണ ഒരാഴ്ചയിൽ നിങ്ങൾ വ്യായാമത്തിന് സമയം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇനി അപ്പം ആ വ്യായാമം ഏത് രീതിയിലാവും? ഇപ്പോൾ അധികവും മുട്ടിന് വേദനയുള്ള ആളുകൾക്ക് പറ്റുന്ന ഒരു വ്യായാമം എന്ന് പറയുന്നത് നീന്തലാണ്. അപ്പോൾ വല്ലാണ്ട് മുട്ടിന് ആ ഒരു ബുദ്ധിമുട്ട് വരാതെ നിങ്ങൾക്ക് വ്യായാമം ചെയ്യാവുന്നതാണ്. നിങ്ങളെ ഹോൾ ബോഡി അവിടെ ഇളകുന്നുണ്ട്. മറ്റൊന്ന് സൈക്ലിംഗ് ആണ്. ഇത് മുട്ടുവേദന വല്ലാണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യരുത്. അതിന്റെ മുന്നേ ഉള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നന്നായി നടക്കുക, നന്നായിട്ട് സൈക്കിൾ ചെയ്യുക എന്നുള്ളതൊക്കെ. ഇനി മുട്ടുവേദനയ്ക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മൾ എക്സസൈസസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു രീതിയിലുള്ള എക്സസൈസ് എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ നേരെ ഇരിക്കുക, നിങ്ങളുടെ കാല് രണ്ടും നീട്ടി വെക്കുക. നീട്ടി വെച്ചതിന് ശേഷം ഒരു തോർത്തെടുത്ത് കാലിന്റെ പാതയിൽ വെച്ച് ആ കാലിന്റെ പാദത്തിന് രണ്ടിനെയും അകത്തേക്ക് വലിക്കുക, അതായത് നിങ്ങളുടെ അടുത്തേക്ക് വലിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ഹോൾ ഭാഗത്തുള്ള മസിൽസിന് നല്ല രീതിയിലുള്ള ഒരു സ്ട്രെച്ച് വരികയാണ്. അപ്പൊ ഇത് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ രാവിലെയും രാത്രിയും ഒരു 10 തവണ ഡെയിലി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. മറ്റൊരു എക്സസൈസ് ആണ്, ഇതേ തോർത്ത് നിങ്ങൾ ഇങ്ങനെ കെട്ടി വലിക്കാതെ നന്നായിട്ട് ചുരുട്ടിയിട്ട് നിങ്ങളുടെ കാലിന്റെ മുട്ടിന്റെ നേരെ താഴെ അല്ലെങ്കിൽ സൈഡിലായിട്ട് വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇതിന് കൂടുതൽ ഫോഴ്സ് അവിടെ കൊടുക്കാം. അതായത് നിങ്ങൾ ആ ഒരു ടവലിലേക്ക് നിങ്ങളുടെ കാല് നീട്ടി വെച്ചിട്ടുള്ള ആ കാല് കൂടുതൽ ഫോഴ്സ് കൊടുക്കാം. ഇതും ഡെയിലി നിങ്ങളൊരു രാവിലെ 10 തവണ, രാത്രി 10 തവണ ചെയ്യുക. അപ്പം ഇത് തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ആ മസിൽസിനുള്ള ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ആ ഒരു നീർക്കെട്ട് കുറയ്ക്കുകയും ആ ഒരു പെയിൻ അല്ലെങ്കിൽ ആ ഒരു വേദന വരാനുള്ള ചാൻസസ് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു എക്സസൈസ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ എന്നുള്ളതാണ്. അപ്പം മുട്ടുവേദന ഉള്ള ആളുകൾ എന്താ ചെയ്യുക? മാക്സിമം ഇളകാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ആ ഒരു ഭാഗത്തുള്ള, അതായത് ഈ 2 കാർട്ടിലേജ് തമ്മിലുള്ള ഫ്ലൂയിഡ് ഉണ്ട്, സൈനോവിയൽ ഫ്ലൂയിഡ്. ഇപ്പം നമ്മളെ ഡോറിനൊക്കെ നമ്മൾ ഓയിൽ ഇട്ട് കൊടുക്കില്ലേ, അതായത് എണ്ണ ഇട്ട് കൊടുക്കില്ലേ, വല്ലാണ്ട് ഒച്ചില്ലാതിരിക്കാനോ വല്ല സ്മൂത്ത് ആയിട്ട് പോകാൻ. അപ്പം അതേപോലെയുള്ള സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ട്. അപ്പൊ ഈ ഫ്ലൂയിഡ് കറക്റ്റായിട്ട് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള അനക്കങ്ങൾ അവിടെ ഉണ്ടാവേണ്ടത് നിർബന്ധമാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ചെറിയ സ്റ്റെപ്പുകൾ ഉണ്ടാവില്ല നിങ്ങളുടെ വീട്ടിലുള്ള സ്റ്റെപ്പിന്. ഒന്ന് സ്റ്റെപ്പ് കയറുക, ഒന്ന് കയറുക, ഒന്നിറങ്ങുക, ഒന്ന് കയറുക, ഒന്നിറങ്ങുക. ഒരുപാട് സ്റ്റെപ്പുകൾ കയറുക എന്നുള്ളതല്ല, ആ ഒരു സ്റ്റെപ്പ് കയറുക, പിന്നെ ആ ഒരു സ്റ്റെപ്പ് ഇറങ്ങുക, അല്ലെങ്കിൽ 2-3 സ്റ്റെപ്പ് കയറുക, വീണ്ടും 2-3 സ്റ്റെപ്പ് ഇറങ്ങുക. അങ്ങനെ തുടർച്ചയായിട്ട് ഒരു 10 തവണ ഡെയിലി രാവിലെയും രാത്രിയും ചെയ്യാം. മറ്റൊന്നെന്ന് പറയുന്നത്, നിങ്ങളുടെ കാലിന്റെ വിരലുകളിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴും ഇതേ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ മസിൽസിന് മാക്സിമം സ്ട്രെച്ച് വരികയാണ്, നിങ്ങളുടെ മുട്ടിനുള്ള ആ ഒരു പ്രഷർ അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. മറ്റൊരു എക്സസൈസ് എന്ന് പറയുന്നത്, നമ്മൾ ഇരുന്നുകൊണ്ട് നമ്മുടെ കാല് നീട്ടിയിട്ട് കാലിൽ എന്തെങ്കിലും വെയിറ്റ് വെച്ചിട്ട് അതിനെ പൊക്കാനും താഴ്ത്താനും വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലൊക്കെ പറയും കൊക്കോയമ കുട്ടികളെ കൊണ്ട് കളിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു കുട്ടീനെ വെച്ചിട്ട് അതൊരു ചെറിയ വെയിറ്റ്, വല്ലാണ്ട് ഹെവി വെയിറ്റ് അല്ല, ചെറിയൊരു വെയിറ്റ് എടുത്തിട്ട് അത് കാല് പൊക്കാനും താഴ്ത്താനും വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ രീതിയിലും നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുട്ടിന് ആ ഒരു സൈനോവിയൽ ഫ്ലൂയിഡ് അവിടെ പ്രൊഡ്യൂസ്ഡ് ആവുകയും ആ ഒരു ഫ്രിക്ഷൻ അവിടെ കുറയുകയും ആ ഒരു പെയിന് കുറയ്ക്കാൻ അത് വളരെയേറെ സഹായിക്കുന്നതായിരിക്കും. മറ്റൊന്നെന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ ഭാഗത്ത് ചൂട് പിടിക്കുക. അത് ഡിപ്പെൻഡ് ചെയ്യും. ചില ആളുകൾക്ക് നല്ല ചൂട് പിടിച്ചാലായിരിക്കും കുറയാം, ചില ആളുകൾക്ക് നല്ല തണുപ്പ് പിടിച്ചാലായിരിക്കും കുറയാം. അപ്പൊ നിങ്ങൾ നോക്കുക ഏതാണ് നിങ്ങളുടെ കാലിന് പറ്റുന്നത്. ചില ആളുകൾക്ക് തണുപ്പ് പിടിച്ചു കഴിഞ്ഞാൽ വാദത്തിന്റെ ഇഷ്യൂസ് ഒക്കെ വളരെ കൂടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ചെയ്ത് മുട്ടിന്റെ എല്ലാ ഭാഗത്തും നന്നായി ചൂട് പിടിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കാം. മറ്റൊന്നെന്ന് പറയുന്നത്, നിങ്ങൾക്ക് നീ ക്യാപ്പ് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഒരു പരിധി വരെ നിങ്ങളുടെ മുട്ടിന് ആ ഒരു സ്ട്രെങ്ത് കൊടുക്കുകയും ഈ ഒരു ഒരസിൽ, അതായത് ഈ ഒരു 2 കാർട്ടിലേജ് തമ്മിലുള്ള ഒരസിൽ കുറയ്ക്കാനും അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി പറയാനുള്ളത് ഒരു ഒറ്റമൂലിയാണ്. ഒരുപാട് ആളുകൾ ഇത് പരീക്ഷിച്ച് വളരെ എഫക്റ്റീവ് ആയിരുന്നു ഡോക്ടറെ എന്ന് പറയുന്ന ഒരൊറ്റമൂലിയാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീട്ടിലൊക്കെ മുരിങ്ങേൻ്റെ ഇല ഉണ്ടാവുമല്ലോ, മുരിങ്ങയില. അപ്പൊ ഈ ഒരു മുരിങ്ങയില 2 കപ്പ് എടുത്ത് അതിലേക്ക് 1 കപ്പ് കല്ലുപ്പ് ചേർക്കുക. നന്നായിട്ട് അരച്ചൊരു പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് നിങ്ങളുടെ മുട്ടിന്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പുരട്ടി അത് നന്നായിട്ടൊന്ന് കെട്ടിവെക്കുക. ഇങ്ങനെ തുടർച്ചയായിട്ട് നിങ്ങൾ 14 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കെട്ടിവെക്കുകയാണ് എന്നുണ്ടെങ്കിൽ
അമേസിങ് റിസൾട്ട് എന്ന് പറയില്ല, അതായത് നല്ല രീതിയിൽ നിങ്ങൾക്ക് മുട്ടുവേദന കുറയ്ക്കാൻ അത് സഹായിക്കും. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. മറ്റൊന്നെന്ന് പറയുന്നത് ഫിസിയോതെറാപ്പിയാണ്. അപ്പോൾ ഫിസിയോതെറാപ്പിക്ക് പോകാൻ പറ്റുന്നവർ മാക്സിമം അത് പോവുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുട്ടിന് പറ്റുന്ന എക്സസൈസുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതേപോലെ ആ ഒരു മസിൽസിന് അവിടെ റിലാക്സേഷൻ കൊടുക്കുകയാണ്, നിങ്ങളുടെ മുട്ടിനെ കറക്റ്റായിട്ട് അവിടെ ആ ഒരു ജോയിൻറ്റ് ഇളക്കങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങളുടെ മുട്ടിൻ്റെ വേദനയെല്ലാം മാറാനത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട്, ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് എന്നിട്ടും മാറ്റമില്ല എന്നാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. മരുന്നെടുക്കുക എങ്കിൽ മാത്രം, ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്കൊരു മാറ്റമില്ല എന്നാണെങ്കിൽ മാത്രം നിങ്ങൾ മരുന്നെടുക്കേണ്ടതാണ്. നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങളെ ആദ്യം മുതൽ പഠിച്ച് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും കണക്കിലെടുത്ത് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തി ജർമ്മനിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരുപാട് ആളുകൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നടക്കാൻ സാധിക്കൂലേ, ഒരുപാട് ദൂരം നടക്കാൻ കഴിയില്ലേ, മര്യാദയ്ക്ക് ഇരിക്കാൻ കഴിയില്ലേ, ബാത്റൂമിൽ പോകാൻ പറ്റില്ലേ എന്നൊക്കെ അങ്കലാപ്പിൽ വന്ന്, സംശയത്തിൽ വന്ന്, നിങ്ങളുടെ അടുത്ത് വന്നിട്ട് കാര്യമുണ്ടോ എന്ന സംശയത്തിൽ വന്ന ഒരുപാട് പേർക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.